ഇന്ന് ഞങ്ങളുടെ യാത്ര കോഴിക്കോടേക്കാണ്. താമരശ്ശേരി ചുരം ഇറങ്ങിയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ പുറപ്പെട്ടുകൊണ്ട് ചുരത്തിൽ തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ചുരത്തിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഫോട്ടോകളൊക്കെ എടുത്ത് ഞങ്ങൾ ഏകദേശം 9 മണിയായപ്പോഴത്തേക്ക് കോഴിക്കോടെത്തി. മഴയില്ലാത്ത കാലാവസ്ഥ കണ്ടപ്പോൾ ആദ്യം സമാധാനപ്പെട്ടെങ്കിലും കോഴിക്കോടെത്തിയപ്പോഴത്തേക്കും നല്ല ചൂട് തുടങ്ങിയിരുന്നു. ആദ്യം ഞങ്ങൾ പോയത് മാനാഞ്ചിറ സ്ക്വയറിലേക്കാണ്. ഞങ്ങൾ മാനാഞ്ചിറ കവാടത്തിന് മുമ്പിൽ നിന്ന് വണ്ടിയൊക്കെ സൈഡാക്കി അവിടെ നിന്ന് ചെറിയൊരു ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് നേരെ പോയത് മുട്ടായി തെരുവിലേക്കാണ്. രാവിലെ ആയതുകൊണ്ട് തിരക്കുകളും കുറവായിരുന്നു. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നത് കൊണ്ടും വിലക്കുറവുള്ളത് കൊണ്ടും സാധാരണ എപ്പോഴും തിരക്കാണ്. പ്രത്യേകമായി ഈ ഓണ സീസണിൽ ഇവിടെ അസാധാരണമായ തിരക്കും മറ്റും ഒക്കെ ഉണ്ടാകുമ്പോൾ കൂട്ടം തെറ്റി പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാണ്. എല്ലാവർക്കും ഒരുമിച്ച് പോകാനുള്ള എളുപ്പത്തിനായി ഞങ്ങളൊരു ഓട്ടോയിലാണ് പോയത്. ബീച്ചിലെത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു. അവിടെയും ഞങ്ങൾ നേരത്തെ എത്തിയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ബീച്ചിൻ്റെ സൈഡിൽ ഉന്തുവണ്ടിയിലായിട്ട് നെല്ലിക്കയൊക്കെ ഉപ്പിലിട്ട് വെച്ച് കാണാൻ സാധിക്കും. അവിടുന്ന് ഞങ്ങൾ ഉപ്പിലിട്ട നെല്ലിക്കയൊക്കെ മേടിച്ച് കഴിച്ച് കടലിലൊക്കെ ഇറങ്ങി കളിച്ച് കടലൊക്കെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ അവിടെ പട്ടം പറത്തുന്നതൊക്കെ ഞങ്ങൾ നോക്കി നിന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ലൈവായി ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന പയ്യന്മാരെ കണ്ടത്. കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരു ഫോട്ടോയ്ക്ക് 40 രൂപയാണ്. അങ്ങനെ അവൻ ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോയി. അങ്ങനെ ഫോട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് ഞങ്ങളൊരു കടലേക്ക് കുറച്ചുകൊണ്ട് നിന്ന സമയം കൊണ്ട് ഫോട്ടോ കൊണ്ട് തന്നു. എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഇത്തരം ഫോട്ടോകൾ നാളെ നല്ലൊരു ഓർമ്മയായി മാറും. വെയിലത്ത് ഫോട്ടോ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഫോട്ടോ കയ്യിൽ കിട്ടുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. അപ്പോഴേക്കും നേരം ഉച്ചയായി. ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് മന്തിക്കടയിൽ കയറി. ഇന്നൊരു ദിവസത്തെ ട്രീറ്റ് അമ്മയുടെ വകയായിരുന്നു. അപ്പോൾ അമ്മ ഞങ്ങളെല്ലാവരെയും കൂട്ടി മന്തി മേടിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. ഞങ്ങളാണെങ്കിൽ ആ അവസരം മുതലെടുക്കുകയും ചെയ്തിട്ട് ഒരു ഫുൾ മന്തി ഓർഡർ ചെയ്തു. അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ മന്തിയൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാവരും ഓരോ വക ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ ശേഷം അമ്മ തന്നെ ഞങ്ങൾക്ക് ചോറൊക്കെ വിളമ്പി തന്നു. ഞങ്ങൾക്ക് രണ്ടാൾക്കും പൊതുവേ ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടമെങ്കിലും എല്ലാവരും ഒരുമിച്ചൊക്കെ കഴിക്കുമ്പോഴും പുറത്തൊക്കെ പോകുമ്പോഴും എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാനൊക്കെ ഏറ്റവും സുഖവും അതിൻ്റെ ഒരു പ്രത്യേക ഫീലൊക്കെ ഉള്ളത് മന്തി കഴിക്കുമ്പോഴാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മന്തി ചൂസ് ചെയ്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും വളരെ വിഭവസമൃദ്ധമായി മന്തിയൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം അമ്മയുടെ വക ഞങ്ങൾക്ക് ഓണക്കോടി എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 4 ആൾക്കും അമ്മയുടെ വക ഓരോ പുത്തൻ കോടികൾ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ട ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് അമ്മേനെ കൊണ്ട് പൈസയൊക്കെ കൊടുപ്പിച്ച് ഞങ്ങൾ ആ സമയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം ചുരം കയറാൻ തീരുമാനിച്ചു. പിന്നെ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം പോന്നു. കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് ഏകദേശം ഒരു അടിവാരമൊക്കെ എത്തിയപ്പോഴത്തേക്കും വീണ്ടും ആ ഒരു വയനാടിൻ്റെ പച്ചപ്പും ആ ഒരു തണുപ്പും ഒക്കെ ആസ്വദിക്കാൻ തുടങ്ങി. വീണ്ടും അതിൻ്റെ ഒരു കുളിർമ ഞങ്ങളിലേക്ക് വന്നു. ചുരം കയറി തുടങ്ങുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും കയറി പകുതിയാക്കി ആകുമ്പോഴത്തേക്കും അസാധാരണമായ ബ്ലോക്കായിരുന്നു. ബ്ലോക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. കിലോമീറ്റർ കണക്കിന് വാഹനങ്ങൾ പുറകെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ബൈക്ക് ആയതുകൊണ്ട് ഇടയിൽ കൂടെ കയറി പോകുന്നിരുന്നു. അപ്പോൾ ഇതായിരുന്നു കാരണം. എന്താണെന്ന് വെച്ചാൽ ചുരത്തിൽ 9ാം വളവിൽ ഒരു കണ്ടെയ്നർ ട്രക്ക് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടതിൻ്റെ കാരണത്തിനാണ് ഭയങ്കരമായ ബ്ലോക്ക് അനുഭവപ്പെട്ടത്. ഈ കണ്ടെയ്നറിനുള്ളിൽ അതിന് ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളെ സക്സസ്ഫുള്ളി നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷിക്കുകയൊക്കെ ചെയ്തു. മറ്റ് അപകടാവസ്ഥകളൊന്നും ഇല്ലെങ്കിൽ തന്നെയും അസാധാരണമായ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. കിലോമീറ്ററുകൾ കണക്കിന് നീളുന്ന ബ്ലോക്കുകളും ഒക്കെ ആയിട്ട് ചുരം ഭയങ്കര ലാഗായിരുന്നു കയറി വരാൻ. അപ്പോൾ ഈ കാണുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചുരം അടച്ചിടാൻ കാരണമായ മഴ മൂലമുണ്ടായ മണ്ണിടിച്ചിൽ. ഇപ്പോൾ അവിടെയൊക്കെ ഗതാഗതമൊക്കെ പുനഃക്രമീകരിച്ചു, മണ്ണൊക്കെ മാറ്റിയെല്ലാം ശരിയായി. എന്നിരുന്നാലും ഇവിടെ നിയന്ത്രണങ്ങൾ പലതും ഇപ്പോഴും തുടരുന്നുണ്ട്. എന്തൊക്കെയായിരുന്നാലും ഞങ്ങൾ ഒരു ഏകദേശം 5 മണിയോടുകൂടി ചുരം കയറി മേലെ എത്തിയിട്ടുണ്ടായി.
അപ്പോഴും ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് തുടരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.